ഇവിടെ തൃശ്ശൂരിൽ നിന്ന് കൊടകര വഴി വന്നിട്ട് കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നിലവിൽ സംസ്ഥാന പാതകളിൽ നല്ലൊരു കണ്ടീഷനിൽ എടുക്കുന്ന ഒരു വഴിയാണിത്. അത്യാവശ്യം വണ്ടികളുണ്ട്, എന്നാൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നല്ല വഴിയാണ്. പിന്നെ 800 കാർ റൈഡർ വണ്ടികൾ, അതുപോലെ 800 പഴയ വണ്ടികളെടുത്ത് പണിയാനായിട്ട് വണ്ടി എടുക്കണവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേട്ടാ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയാന്നുണ്ടെങ്കിൽ പണി പ്രതീക്ഷിക്കണം. നമ്മളിപ്പോൾ ഇത്രയും പഴക്കമുള്ളൊരു വണ്ടി എടുത്തിട്ടാണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയും പഴക്കമുള്ളൊരു വണ്ടിയുമാണ് നമ്മളിങ്ങനെ വർക്കുകൾ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റേതായിട്ടുള്ള പണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ പണികൾ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ഒരുപാട് പൊട്ടുന്ന രീതിയിലല്ല. ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും വർക്ക്ഷോപ്പിലൊക്കെ പോകേണ്ട അവസ്ഥകൾ വന്നേക്കാം. അപ്പോൾ നമ്മൾ പണി പ്രതീക്ഷിച്ചിട്ട് വേണം ഏത് വണ്ടി വേണമെങ്കിലും എടുക്കാനായിട്ട്. പക്ഷേ നമ്മളത് പണിയാനുള്ള മനസ്സ്, ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളാണെങ്കിലും ഫെഡപ്പാവാതെ പണിയാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് വണ്ടിയും സുഖമായിട്ട് കൊണ്ടു നടക്കാം. 800 തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഫോർഡ് ഫിഗോ എടുത്തിട്ട് ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഫോർഡ് ഫിഗോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. കാര്യം ഞാൻ പവർ ഫിഗേഴ്സും പെർഫോമൻസും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം ഫോർഡ് ഫിഗോ ആണ്. ഞാനത് വളരെയധികം എനിക്ക് തോന്നിയിട്ടുള്ളൊരു വണ്ടിയാണ് ഫോർഡ് ഫിഗോ. ബിക്കോസ് ഫോർഡ് ഫിഗോ നമുക്ക് ഓടിക്കുമ്പോൾ ഫോർഡ് ഫിഗോൻ്റെ പവർ ഫിഗേഴ്സ് വരുന്നത് ജസ്റ്റ് അറൗണ്ട് 64 സംതിങ് കണ്ടാണ് ഡീസൽ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓടിക്കുമ്പോൾ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഭയങ്കര വ്യത്യാസമാണ്. സെയിം പവേഴ്സുള്ള സ്വിഫ്റ്റ് ഓടിക്കുന്നതിൽ നമുക്ക് പെർഫോമൻസ് ഇതിന് തോന്നാറുണ്ട്. പക്ഷെ അത് ലോ എൻഡിൽ കൂടിയ പവറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഫോർഡ് ഫിഗോ ഒക്കെ കൊണ്ടു നടക്കുമ്പോൾ വെച്ചാൽ നമുക്കൊരു ഡ്രൈവിംഗ് ഫീൽ അങ്ങോട്ട് കിട്ടും. പക്ഷേ വണ്ടിക്ക് അതിൻ്റെതായ പണികളുണ്ട്. അങ്ങനത്തെ പണികൾ വരുമ്പോൾ നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റെഡി ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പണിയൊക്കെ നിസ്സാരമായിട്ട് ശരിയാക്കി കൊണ്ടു നടക്കാൻ പറ്റും. സാധാരണ ഇഞ്ചക്ടർ കംപ്ലൈൻസ് ഒക്കെ വരുന്നത് ലോ ഫ്യൂവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ്. ലോ ഫ്യൂവലിൽ കൊണ്ടു നടക്കുന്നവർക്കാണ് ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് ഒക്കെ നോർമലി വരാറ്. അപ്പോൾ അതൊക്കെ നോക്കി കൊണ്ടു നടക്കണമെങ്കിൽ നമുക്ക് ഫിഗോ വേണമെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ 800 കുറിച്ച് നമുക്ക് പറയാനുള്ള മെയിൻ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെറിയ വണ്ടികൾ, ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടികളെടുത്ത് മോഡിഫൈ ചെയ്യാനൊക്കെ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വണ്ടികളൊക്കെ നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കില്ലേ. നമ്മളിനി ഇതുപോലെ ചെയ്യുന്ന യൂസ്ഡ് വണ്ടികളുടെ വീഡിയോസിൽ നമ്മളിതുപോലെ ചെറിയ വ്ളോഗുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. താങ്ക് യു.